വളരെയേറെ താൽപര്യപൂർവം രംഗത്തിറങ്ങിയെങ്കിലും വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ദുർബലരായ വിശ്വാസികളും കപട വിശ്വാസികളുമെല്ലാം ആ യുദ്ധത്തിനുള്ള പുറപ്പാടില്ലെന്ന് ആളുകളെ പിന്തിരിപ്പിക്കുവാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുവെന്നും പിന്തിരിഞ്ഞു എന്നുമൊക്കെ കഴിഞ്ഞ നമ്മുടെ വിശദീകരണങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ്. അങ്ങനെ സംഘമത തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രക്കിടയിലുണ്ടായ ചില സംഭവങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയുടെ സംഘത്തിനിടക്ക് അള്ളാന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരോട് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. അതെന്താണ്? ഈ യാത്രക്കിടെ അവർക്ക് കയറി പോകാനുള്ള ഒരു സ്ഥലമായിരുന്നു ഹിജർ. കടന്നു പോകാനുള്ള ഒരു സ്ഥലമാണ്. ഏതാ ഹിജർ? ഹിജർ എന്ന് പറയുന്നത് സമൂദ് ഗോത്രം നശിപ്പിക്കപ്പെട്ട സ്ഥലം. സമൂദ് ഗോത്രക്കാര് വസിച്ചിരുന്ന സ്ഥലമാണ്. അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷ ഇറങ്ങിയ പ്രദേശം. തബൂക്കിലേക്കുള്ള വഴിമധ്യയാണ് ആ സ്ഥലം കുടികൊള്ളുന്നത്. അന്ന് ആ സമൂഹം ഉണ്ടാക്കി തീർത്തിട്ടുള്ള പല രൂപത്തിലുള്ള വീടുകളുടെയും അതുപോലെ തന്നെ അവരുണ്ടാക്കിയ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ ചില ബാക്കി പത്രങ്ങൾ അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. ആ വഴിയിലൂടെയാണ് തബൂക്കിലേക്ക് സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ യാത്രയാകുന്നത്. അങ്ങനെ സമൂദ് ഗോത്രക്കാര് നശിപ്പിക്കപ്പെട്ട, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഒട്ടകത്തെ തൊടരുത്, ആ ഒട്ടകത്തെ നിങ്ങൾ അറുക്കരുത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ഒരു സമൂഹം. അത്ഭുതകരമുണ്ടായിരുന്നു ഒരു ഒട്ടകം. ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാനുള്ള സ്ഥലം ഏർപ്പാട് ചെയ്തു. അവിടെ നിന്ന് നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ആ ഒട്ടകത്തെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവരാ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. നമുക്കെല്ലാം പരിചയമുള്ള സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ത്? അതെ, സമൂദ് ഗോത്രക്കാര് കളവാക്കി, അവര് ധിക്കാരം പ്രവർത്തിച്ചു. അങ്ങനെ അവരിലെ ഏറ്റവും ദൗർഭാഗ്യവാൻ അള്ളാന്റെ ഒട്ടകം, ഇതിന് തുടരുത്. അത് അവർക്കൊരു പരീക്ഷണമായിരുന്നു. അവരാ ഒട്ടകത്തെ നിർദാക്ഷിണ്യം അറുത്തു കളഞ്ഞു. പാറക്കൂട്ടത്തിനിടയിൽ നിന്ന് അള്ളാഹു അത്ഭുതകരമായി കൊണ്ടുവന്ന ഒട്ടകം. ആ ദൃഷ്ടാന്തത്തെ തുടരുതെന്നവരോട് പറഞ്ഞിരുന്നു. ആ ധിക്കാരികൾ, സമൂദ് ഗോത്രക്കാർ ആ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. ശക്തമായ ഇടിത്തീ മുഖേന ശിക്ഷിക്കപ്പെട്ടു ആ നാട്ടുകാർ. അങ്ങനെ വളരെ വിശദമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭയങ്കരമായ കഠിനമായ ഒരു പ്രകമ്പനം നിമിത്തം, കമ്പനം നിമിത്തം ശക്തമായി ശിക്ഷിക്കപ്പെട്ട പ്രദേശമായിരുന്നു ഹിജർ പ്രദേശം. ആ പ്രദേശത്തിലൂടെ തബൂക്ക് വാസികൾ, തബൂക്കിലേക്ക് പോകേണ്ട നബിക്കും സഹാബത്തിനും കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ കടന്നു പോകുന്നതിനിടക്ക് അവിടെ എത്തിയപ്പോ പല സഹാബിമാരും എന്തു ചെയ്തു? അവിടെ അവരുടെ വീടുകളും ആ സ്ഥലങ്ങളും ഒക്കെ കാണാനും അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കാനും അവിടെ കുറച്ചിരുന്ന് വിശ്രമിക്കാനും അവിടുത്തെ കിണറുകളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് മാവ് കുഴക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ തയ്യാറായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, ആരെങ്കിലും ഇവിടുത്തെ കിണറുകളിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുടിക്കരുത്, ഒഴിച്ചു കളയണം. ഇവിടുത്തെ കിണറുകളിൽ നിന്ന് വെള്ളമെടുത്തവർ ഒഴിച്ചേക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ കിണറിലെ വെള്ളമെടുത്തുകൊണ്ട് മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ ആ മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കണ്ട, ആ മാവ് നിങ്ങൾ തിന്നരുത്, ഒട്ടകത്തെ തീറ്റിച്ചോളൂ. നിങ്ങൾ തിന്നാനും പാടില്ല, ഇവിടുത്തെ വെള്ളം കുടിക്കാനും പാടില്ല. പിന്നെയോ, ഒട്ടകത്തിന് കുടിക്കാൻ നിശ്ചയിച്ച ഒരു കിണറുണ്ടായിരുന്നു, അതിൽ നിന്ന് കുടിച്ചോളൂ. മറ്റേ കിണറുകളിൽ നിന്ന് എടുത്ത വെള്ളമൊക്കെ ചൊരിച്ചു കളയണം. അതുകൊണ്ടുണ്ടാക്കി തീർത്തിട്ടുള്ള കുഴച്ചിട്ടുള്ള മാവൊക്കെ ഒഴിവാക്കണം. അത് ഇബിലിന്, ഒട്ടകത്തിന് തീറ്റ കൊടുത്തോളൂ, നിങ്ങൾ കഴിക്കാൻ പാടില്ല. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, ലാ തദ്ഖുലൂ മസാകിനല്ലദീന ളലമൂ അൻഫുസഹും ഇല്ലാ അൻ തകൂനൂ ബാകീൻ ഹദറൻ അൻ യുസീബകും മിസ്ല മാ അസാബഹും ثم زجر فأسرع حتى خلفها. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറഞ്ഞു, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, മസാകിനല്ലദീന ളലമൂ അൻഫുസഹും, സ്വദേഹങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ച ആളുകൾ വസിച്ചിരുന്ന വാസസ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ അൻ തകൂനൂ ബാകീൻ, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ അവിടം വിട്ടു പോകാൻ പാടില്ല. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കരയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കരയണം. ഹദറൻ അൻ യുസീബക്കും, എന്തുകൊണ്ടാ?
നിങ്ങൾക്ക് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ കരയണം. അൻയുസീബക്കും നിങ്ങളെയും പിടികൂടുമെന്നത് മിസ്ലമാ അസാബഹും അവർക്ക് ബാധിച്ചത് നിങ്ങളെയും ബാധിക്കുമോ എന്ന് പേടിച്ച് ഇവിടെ നിന്ന് പെട്ടെന്ന് ഓടിക്കഴിച്ചിലായിക്കൊള്ളണം എന്ന് പറയലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിന്നെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നോ? ഇല്ല. സുമ്മ സജറ, പിന്നെ നബി തന്റെ ഒട്ടകത്തെ സ്പീഡിൽ തെളിച്ചു. പെട്ടെന്ന് ഒട്ടകത്തെ തെളിച്ച് ഫഅസ്റ, സ്പീഡിൽ അവിടം വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പോയി. ഹത്താ ഖല്ലഫഹാ, ആ താമസ സ്ഥലത്ത് നിന്ന് വിട്ടു പോകുവോളം അല്ലാഹുവിന്റെ റസൂൽ തന്റെ വാഹനത്തെ സ്പീഡിൽ ഓടിച്ചിട്ടാണ് അവിടുന്ന് പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്. പെട്ടെന്ന് അവിടം വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഈ ഹദീസ് വളരെയേറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാരിൽ ഈ ഹദീസ് വിശദീകരിച്ച മഹാനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം റിയാദുസ് സാലിഹീനിന് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. റിയാദുസ് സാലിഹീനിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസ് കൊടുത്തപ്പോൾ മഹാനവറുകൾ ഒരു ശറഹ് കൊടുത്തു. എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി തബൂക്കിലേക്ക് പോകുന്ന വേളയിൽ ആ പ്രദേശത്തെത്തിയപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ ഇതിലെ കടന്നു പോകരുത്, കരയാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ ഇതിലൂടെ പോകണ്ട എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുത്തില്ലേ? എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, വലിഹാദാ നഖൂലു, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നാം പറയട്ടെ, ലാ യജൂസു ലിഅഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല, അൻ യദ്ഹബ ലിദിയാരി സമൂദ് ലിയതഫറജാ വയൻദുറ മസാകിനഹും, അതേ ശിക്ഷ നടന്നിട്ടുള്ള സമൂദിന്റെ വീടുകളുടെ സമീപത്തേക്ക് ഒരു ടൂർ എന്ന നിലക്കോ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാനെന്ന നിലക്കോ അങ്ങോട്ട് പോകൽ ജായിസല്ല. ലിഅന്ന ദാലിക വുഖൂഉൻ ഫീ മഅസിയത്തിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്ന പാപത്തിലാണ് പെടുന്നത്. മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ പറയാണ്. പക്ഷേ ഇല്ല റജുലൻ, ഒരാൾക്കൊഴികെ, ചില ആളുകൾക്ക് അവിടെ പോകാം. അയാൾ പോകുന്നത് എന്തിനാണ്? യുരീദു അൻ യദ്ഹബലിൽ ഇബ്റ, അതൊക്കെ കണ്ടിട്ട് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയും, വയകൂനു ബാക്കിയൻ ഇൻദ മുറൂരിഹി, അതിലൂടെ കടന്നു പോകുമ്പോൾ കരയാനും സാധിക്കുന്നവനാണെങ്കിൽ അവന് പോകാം. ഫഇല്ലം യകുൻ ബാക്കിയൻ, കരയാൻ കഴിയാത്തവനാണെങ്കിൽ ഫഇന്നഹു ലാ യജൂസു അൻ യദ്ഖുല അലൈഹിം, അങ്ങോട്ട് പോകാനേ പാടില്ല. ഇതാണ് ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ സമൂഹത്തോട് പറയാനുള്ളത് എന്ന് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. എന്നിട്ട് മഹാനവറുകൾ അവസാനം പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, അവർക്ക് ബാധിച്ചത് നിങ്ങൾക്കും ബാധിക്കുന്നത് ഭയപ്പെടണമെന്ന്. അവർക്ക് ബാധിച്ചത് എന്തൊക്കെ? ഒന്ന് കുഫർ ബാധിച്ചു, നിങ്ങൾക്കും കുഫർ ബാധിക്കാൻ സാധ്യതയുണ്ട്. കുഫർ ബാധിക്കുമോ എന്ന പേടി വേണം. അങ്ങനെ നിങ്ങളും ശിക്ഷിക്കപ്പെടും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന വേറെ ഏതെങ്കിലും തെറ്റുകളിലേക്ക് നിങ്ങൾ പോകാനും ചാൻസ് ഉണ്ട്. അത് മുഖേന പരലോകത്തെ റബ്ബ് നിങ്ങളെ ശിക്ഷിക്കാനും സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തി. അഭിപ്രായം പറഞ്ഞ പല ആളുകളുണ്ട്. അപ്പൊ ശിക്ഷ നടന്ന പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ ടൂർ പോകാൻ പാടുണ്ടോ ഇല്ലേ? ഇങ്ങനെ കാണാനും ഉല്ലസിക്കാനും അവിടെ ഇങ്ങനെ പോകുക, അവിടെ ഹോട്ടൽ എടുത്ത് താമസിക്കുക, അങ്ങനെ അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിയുക, അവിടുത്തെ ഹോട്ടലിലൊക്കെ താമസിക്കുക, എന്നിട്ട് ഇങ്ങനെ ആ രൂപത്തിൽ ഒരു ഉല്ലാസയാത്രയായിട്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുണ്ടോ ഇല്ലേ? പണ്ഡിത ലോകത്ത് അതൊരു ചർച്ചയാണ്. മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ പറയുന്നത്, ശിക്ഷിക്കപ്പെട്ടു എന്നുറപ്പുള്ള പ്രദേശങ്ങളിലേക്ക് ടൂർ മനസ്ഥിതിയോടെ ഉല്ലാസയാത്ര എന്ന സ്ഥിതിയോടുകൂടി പോകാൻ പാടില്ല ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പണ്ഡിത ലോകത്തുള്ള ഒരു അഭിപ്രായം സാന്ദർഭികമായി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ആ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോ വളരെയേറെ അള്ളാഹിന്റെ ശിക്ഷ നടന്ന സ്ഥലം എന്ന നിലക്ക് ഇന്നും മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ മിനായിലേക്ക് തിരിച്ചു വരുമ്പോ വാദി മുഹസ്സർ എന്ന് പറയുന്ന ഒരു സ്ഥലം, വാദി മുഹസ്സർ, എന്താണ് അവിടുത്തെ പ്രത്യേകത? ആനപ്പട മക്കയിലേക്ക് കഅബ ആക്രമിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ സൈന്യം വന്നപ്പോൾ പടച്ച റബ്ബ് ആനപ്പടയെ തുരത്തി ഓടിച്ച്, അതേ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന് പറഞ്ഞ് തിന്ന് ചവച്ചു തുപ്പിയ ചണ്ടികളെ പോലെ, വൈക്കോൽ ചണ്ടികളെ പോലെ അവരെ ആക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ പ്രദേശമാണ് വാദി മുഹസ്സർ. അതുകൊണ്ട് ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കറിയാം, ആ പ്രദേശത്തെത്തുമ്പോൾ അറിവുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇവിടെ പെട്ടെന്ന് ധൃതിയിൽ പോകണം, സ്പീഡിൽ പോകണം, ശിക്ഷ നടന്ന സ്ഥലമാണ്.
ഇന്നും ശിക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പോയാൽ അങ്ങനെ പോകുമ്പോൾ ആ ഒരു ഗൗരവവും കരയിലും പേടിയും ഒക്കെ ആവശ്യമാണ്. അതില്ലാത്തവനാണ്ട് ഉല്ലാസത്തിന് പോകരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വെള്ളം വരെ ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. ആ വെള്ളം കൊണ്ടുണ്ടാക്കിയ മാവ് കുഴച്ച മാവ് വരെ തിന്നരുതെന്ന് പറഞ്ഞു. ആ കിണറുകളിൽ നിന്നെടുത്ത വെള്ളം ഒഴിച്ചു കളയാൻ വരെ പറഞ്ഞില്ലേ എന്നാണ്. ഇത് ഗൗരവമാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന മധ്യേ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു സംഭവം. മറ്റൊരു സംഭവം, തബൂക്കിലേക്കുള്ള വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഒരു മുന്നറിയിപ്പ് നൽകി. അത് നാളെ നിങ്ങൾ തബൂക്കിലെത്താൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് തബൂക്കിലെത്തും. തബൂക്കിൽ ഒരു കൊച്ചു അരുവി കാണാം. റസൂലുള്ളാഹി പറയാണ്, തബൂക്കിൽ ഒരു ചെറിയ അരുവി ഉണ്ടാവും, ഒരു ചെറിയ വെള്ളം ഒലിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. വഇന്നകും ലം തഅതൂഹാ ഹത്താ യുദ്ഹിയൻ നഹാറു. അതേ പകൽ ദുഹാ സമയത്താകുമ്പോൾ മുമ്പ് നിങ്ങൾ അവിടെ എത്തൂല. അവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഫമൻ ജാഅഹാ മിൻകും, ആ അരുവിയുടെ സമീപത്ത് ആ പ്രദേശത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഫലാ യമസ്സ മിൻ മാഇഹാ ശൈആ ഹത്താ ആതിയ, ഞാൻ എത്തുന്നത് വരെ അവിടുത്തെ വെള്ളം നിങ്ങൾ തൊട്ടു പോകരുത്. ആ ഒലിക്കുന്ന അരുവിയിൽ നിങ്ങൾ വെള്ളം തൊടരുത്. ഞാൻ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സ്വഹാബത്ത് പറയുന്നു, ഫജിഇനാഹ, ഞങ്ങളിൽ കുറച്ചു പേർ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് വഖദ് സബഖനാ ഇലൈഹാ റജുലാനി, വേറെ രണ്ടാളുകൾ അവിടെ എത്തിയിരുന്നു. വൽ ഐനു, അവിടെയുള്ള അരുവി എന്ന് പറയുന്നത് മിഥില ശിറാക്കി തബില്ലു ബിശൈഇൻ മിൻ മായിൻ, ഒരൽപ്പം വെള്ളം കൊണ്ട് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന, അതേ കാലിലെ ചെരുപ്പിന്റെ വാറ് പോലെ അത്ര വലുപ്പത്തിൽ ഇങ്ങനെ വെള്ളം കിനിയുന്ന ഒരു സ്ഥലമാണ് അവിടെയുള്ളത്. അങ്ങടെ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഹൽ മസസ്തുമാ മിൻ മാഇഹാ ശൈആ, നിങ്ങൾ ഈ വെള്ളത്തെ സ്പർശിച്ചുവോ? നേരത്തെ അവിടെ എത്തി എന്നുള്ള രണ്ടാള്, നിങ്ങൾ ഈ വെള്ളം തൊട്ടോ എന്ന് ചോദിച്ചു. അവർ രണ്ടാളും പറഞ്ഞു, നഅം, തൊട്ടുപോയി നബിയെ. ഫസബ്ബഹുമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ അവരെ ചീത്ത പറഞ്ഞു. വഖാല ലഹുമാ മാ ശാ അല്ലാഹു അൻ യഖൂല, അനുസരണക്കേടില്ലായ്മയുടെ കാരണത്താൽ അല്ലാഹു എന്താണോ പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതൊക്കെ നബി തങ്ങൾ അങ്ങ് അവരെ പറഞ്ഞു. നബിക്ക് വല്ലാത്ത വിഷമായി. ആവട്ടെ, സംഭവിച്ചേതായാലും സംഭവിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്ത് ചെയ്തു? അതേ അവിടുത്തെ കൈകളിൽ നിന്ന് കൈകൾ കൊണ്ട്, സഹാബിമാരവരുടെ കൈകൾ കൊണ്ട് ആ അരുവിയിൽ നിന്ന് ഒരൽപ്പം കുറേശ്ശെ വെള്ളം ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് അതിങ്ങനെ ശേഖരിച്ചു. ഇത്തിരി വെള്ളേ ഉള്ളൂ, അതിങ്ങനെ ഒഴിച്ച് കുറേ എടുത്തൊഴിച്ച് ഒരു പാത്രത്തിലേക്ക് ഒരൽപ്പം വെള്ളമായപ്പോ വഗസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹി യദൈഹി വവജ്ഹഹു, ആ വെള്ളപ്പാത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഇരു കൈകളും മുഖവും കഴുകുകയാണ്. സുമ്മ ആദഹു ഫീഹാ, എന്നിട്ട് ആ വെള്ളം എന്തു ചെയ്തു? ആ അരുവിയിലേക്ക് അങ്ങ് ഒഴിച്ചു. അള്ളാന്റെ റസൂലിന്റെ കൈയും മുഖവും കഴുകി ആ വെള്ളം ആ പാത്രത്തിലുള്ളത് ഈ കിനിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു ഈ വെള്ളം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന അവിടെ കണ്ടൊഴിച്ചു. മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. ഫജറത്തിൽ ഐനു ബിമാഇൻ മുൻഹമിരിൻ ഔ ഗസീർ ഹത്ത ഇസ്തഖന്നാസ്. സഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്. അതേ ഫജറത്തിൽ ഐനു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖവും കൈകളും കഴുകിയ വെള്ളം അവിടേക്ക് അങ്ങ് സ്പർശിച്ചു ഒഴിച്ചപ്പോൾ അതേ ആ അരുവിയതാ വെള്ളം കൊണ്ട് കുത്തി ഒലിച്ചു പോകുന്നു. സമൃദ്ധമായി വെള്ളം അങ്ങനെ ഒഴുകുകയാണ്. ഹത്തസ്തഖന്നാസ്, ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ മാത്രം. 30,000 ആൾക്കാരുണ്ട്, ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ മാത്രം വെള്ളം. സുമ്മഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചൊരു പ്രവചനവും നടത്തുന്നു. യൂശികു യാ മുആദ് വ മുആദേ ഇൻ ത്വാലത് ബിക ഹയാത്തുൻ, നിനക്കെങ്ങാനും ജീവിച്ചിരിക്കാൻ ആയുസ് കിട്ടുകയാണെങ്കിൽ ഭാവിയിൽ അൻതറാ മാഹാഹുന, ഈ പ്രദേശത്തെ നിനക്ക് കാണാൻ അന്ന് സാധിക്കും. ഖദ് മുലി അജിനാന, ഒരു രൂപത്തിലുള്ള തോട്ടങ്ങളുമില്ലാതെ വെള്ളത്തിന്റെ അരുവിയൊന്നുമില്ലാതെ തരിശായി കിടക്കുന്ന ഈ മണ്ണ് നിനക്കെങ്ങാനും അല്ലാഹ് ആയുസ് തരികയാണെങ്കിൽ ഭാവിയിൽ ഇവിടെ മുഴുവനും തോട്ടങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതായി നിനക്ക് കാണാൻ സാധിക്കും മുആദേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ മുആദ് റളിയല്ലാഹു അൻഹു അത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം. തബൂക്ക് ഇന്നും ഫലഭൂയിഷ്ടമായ മണ്ണാണ്. സൗദി അറേബ്യയിൽ തബൂക്കിൽ ഇന്നും
വല്ലാത്ത കൃഷിയിടങ്ങളും തോട്ടങ്ങളും കൊണ്ട് സമൃദ്ധമായി നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് വിശദീകരണങ്ങളിൽ രേഖപ്പെട്ടുകൊണ്ട് കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിന്റെ വഹി അനുസരിച്ചല്ലാതെ അവിടുന്ന് സംസാരിക്കൂല. ഇത് അവിടുത്തെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. പല മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരു മുഅ്ജിസത്താണ്. ഇനി അടുത്ത മുഅ്ജിസത്ത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു പ്രവചനം ഒരു കൊടുങ്കാറ്റിനെ പറ്റി മുന്നറിയിപ്പ് കൊടുത്തു. തബൂക്കിലേക്ക് എത്തുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ തബൂക്കിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, സഹാബിമാര് പറയാണ്, വൻതലഖ്നാ ഹത്താ ഖദിംനാ തബൂക്ക്, ഞങ്ങൾ തബൂക്കിൽ എത്തിച്ചേരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, സതഹുബ്ബു അലൈക്കുമുൽ ലൈല റീഹുൻ ശദീദ ഫലാ യഖും ഫീഹാ അഹദും മിൻകും ഫമൻ കാന ലഹു ബഈറുൻ ഫൽയശുദ്ദ ഇഖാലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്, സതഹുബ്ബു അലൈക്കുമുൽ ലൈല, ഇന്നത്തെ രാത്രി ശക്തമായി കൊടുങ്കാറ്റ് വീശും. ഇന്ന് രാത്രി കൊടുങ്കാറ്റടിച്ച് വീശും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, അതുകൊണ്ട് ഫലാ യഖും ഫീഹാ അഹദും മിൻകും, രാത്രി ഒരാളും എഴുന്നേൽക്കരുത്, കിടക്കുന്നോടത്ത് എഴുന്നേൽക്കരുത്. കാറ്റ് തുടങ്ങിപ്പോയാൽ ആരും എഴുന്നേറ്റ് പോകരുത്. ഫമൻ കാന ലഹു ബഈറുൻ, ആരുടെ കയ്യിൽ ഒട്ടകങ്ങളുണ്ടോ, ഫൽയശുദ്ദ ഇഖാലഹു, അതിന്റെ കയർ കെട്ട് നല്ലോണം ബദ്ധിച്ചിരുന്നോളി, പാറിപ്പോകും. ശക്തമായ കാറ്റാ വരാൻ പോകുന്നത്, പിടിച്ചിരുന്നോളണം. കുതിരകളെയും വാഹനങ്ങളെയും ഒക്കെ മുറുക്കി കെട്ടിക്കോളണം. ഫഹബ്ബത് റീഹുൻ ശദീദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശക്തമായ കാറ്റടിച്ചു. ശക്തമായ കാറ്റടിച്ചു. ഫഖാമ റജുലുൻ, ഒരാൾ എഴുന്നേറ്റു. ആരും എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞല്ലേ, ഒരാൾ എഴുന്നേറ്റു. ഫഹമലതുഹു റീഹു ഹത്താ അൽഖതുഹു ബിജബലൈ തയ്യ്, തയ്യ് പ്രദേശത്തുള്ള ദൂരെയുള്ള രണ്ട് പർവ്വതങ്ങൾക്കിടയിലേക്ക് ആളെ അങ്ങ് കാറ്റ് കൊണ്ടുപോയിട്ടു. സ്വഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്. ശക്തമായി കൊടുങ്കാറ്റടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനവും വഹീന്റെ വെളിച്ചത്തിലാണ് അവിടുന്ന് സംസാരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു അത്ഭുതകരമായ കാര്യവും തബൂക്കിന്റെ ദിവസത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ ഇപ്പൊ പ്രതീക്ഷിച്ചിരിക്കല്ലേ യുദ്ധപ്പ നടക്കുന്നു? നേരെ മറിച്ചുണ്ടായത്. ഇത്രയൊക്കെ പ്രയാസം സഹിച്ചും ഒരുപാട് ആളുകളുടെ തൊലി ഉരിക്കാനൊക്കെ കാരണമായ ഒരു യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും 10,000-30,000 വരുന്ന സൈന്യം. ഇനി എത്ര ആൾ കൊല്ലപ്പെട്ടു, എത്ര ഗനീമത്ത് കിട്ടിയെന്നൊക്കെ അല്ലേ ഇനിയിപ്പോ നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. എന്നാ നേരെ മറിച്ച ഒരു യുദ്ധത്തിനും ഉണ്ടായിട്ടില്ലാത്ത കാര്യം ഇനി പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഇത്രയും പ്രയാസകരമായ സാഹചര്യത്തിൽ ഇത്രയും വമ്പിച്ചവര് സൈന്യവുമായി കൊണ്ട് തബൂക്കിൽ എത്തി നോക്കുമ്പോൾ അതേ വീരവാദം മുഴക്കി കാത്തുനിന്നിരുന്ന റോമക്കാരെ കാണുന്നില്ല. ഇത്ര പ്രയാസമുള്ളൊരു സമയത്ത് അങ്ങ് മദീനയിൽ നിന്ന് ഇത്ര വലിയ ഒരു സംഘം വരുന്ന റോമക്കാര് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അതുകൊണ്ട് വിവരം കിട്ടിയ പാടെ അവരുടെ എല്ലാ ടീമും എന്തു ചെയ്തു? സ്ഥലം വിട്ടുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എത്തിയപ്പോഴേക്ക് ശത്രുവിന്റെ പൊടി പോലും കാണാനില്ല. അള്ളാന്റെ റസൂല് പിന്നെയും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നബിയും സഹാബത്തും 20 ദിവസത്തോളം തബൂക്കിൽ തന്നെ താവളമടിച്ചു, ആരെയും കാണാനില്ല. ആ ദിവസങ്ങളിൽ അതിന്റെ പ്രദേശത്തുള്ള അയൽപ്രദേശത്തുള്ള ഐലത്ത് എന്ന് പറയുന്ന നിവാസികളുമായി, അതുപോലെ തന്നെ ദൗമത്തുൽ ജന്തൽ എന്ന് പറയുന്ന പ്രദേശവുമായി അവിടെയുള്ള പല ആളുകളിലേക്കും ദഅവത്ത് എത്തിക്കാനും അവരുമായൊക്കെ സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും അങ്ങനെ ഇസ്ലാമികമായിട്ട് ഒട്ടേറെ വളർച്ചക്ക് ഭാവിയിൽ നിമിത്തമാകുവാനും ഈ യാത്ര കാരണമായി തീരുന്നു. പക്ഷെ ഒരു യുദ്ധമൊന്നും നടന്നില്ല. ശത്രു ഇല്ലല്ലോ, പോയില്ലേ, പേടിച്ചു പോയില്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും സന്തോഷത്തോടെ എന്ത് ചെയ്യാണ്? തബൂക്കിൽ നിന്ന് 20 ദിവസത്തിന് ശേഷം മടങ്ങുകയാണ്. യുദ്ധമൊന്നും ഉണ്ടായില്ല. ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് സംഗതിയൊക്കെ ഉണ്ടായി. ഇതുകൊണ്ട് എന്താ കാര്യം കിട്ടിയത്? ആർക്കൊക്കെ ഈമാൻ ഉണ്ട് എന്ന് വെളിച്ചത്തായി. അതിനുവേണ്ടി അല്ലാഹു തആല പലപ്പോഴും പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടാക്കുന്ന അതെന്ന് നമ്മൾ പഠിക്കണ്ടേ. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇങ്ങനെ പോകുമ്പോൾ അതിനിങ്ങനെ ഒരു ക്ലിയറൻസ് വരുത്താൻ വേണ്ടി പടച്ചോൻ ചില സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. ആർക്കൊക്കെ ഈമാനിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്, ആർക്കൊക്കെ നിഫാഖ് ഉണ്ട്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹത്താ യമീസൽ ഖബീസു മിനത് തയ്യിബി, ചീത്തയിൽ നിന്ന് നല്ലതിനെ അങ്ങോട്ട് വേർതിരിക്കാൻ അല്ലാഹു പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യും.
ഈ തബൂക്ക് യുദ്ധത്തിന് പോയപ്പോ തബൂക്ക് യുദ്ധമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇതിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളുടെ ഉള്ളുകളിൽ വെളിച്ചത്തായി. ആരൊക്കെ ഒരു പ്രശ്നം വന്നാൽ ഉറച്ചു നിൽക്കും, ആരൊക്കെ ആടിക്കളിക്കും, ആരൊക്കെ മറ്റുള്ള കാരണങ്ങൾ പറഞ്ഞ് തടി തപ്പാൻ നോക്കും, ആരൊക്കെ വീര്യത്തോടുകൂടി രംഗത്ത് ഉറച്ചു നിന്ന് പൊരുതും. ഇത് മനസ്സിലാക്കാൻ തന്നെയാണ് അള്ളാഹു ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. അതന്നെ ഇതുകൊണ്ടുള്ള മെച്ചവും. അതിന്റെ പുറമെ ഷാമിന്റെയും സിറിയയുടെയും ഭാഗങ്ങളിലേക്ക് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ജൈത്രയാത്രക്ക് ഈ പടയൊരുക്കം വലിയ ഒരു നിമിത്തവുമായി. ഖുലഫാക്കളുടെ കാലത്ത് സിറിയ മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ ആയിത്തീരുവാൻ നിമിത്തമായി തീരുക കൂടി ഉണ്ടായി ഈ തബൂക്കിലേക്കുള്ള പുറപ്പാടും അതിന്റെ അയൽ പ്രദേശങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള കരാറുകളും സന്ധി സംഭാഷണങ്ങളുമൊക്കെ. അങ്ങനെ ഇസ്ലാമിന്റെ വളർച്ചക്ക് ഒരു യുദ്ധമില്ലാതെ തന്നെ വമ്പിച്ച സംഭാവന അർപ്പിച്ച യുദ്ധമാണ് തബൂക്ക് യുദ്ധം. അതിലൂടെ ഒരുപാട് ആളുകളുടെ ഉള്ളുകളിൽ വെളിച്ചത്തായി. ഞാൻ പറഞ്ഞില്ലേ, സൂറത്ത് തൗബയിൽ മുനാഫിക്കിന്റെ മനസ്സിലെ തൊലി ഉരിച്ച് കാണിക്കാൻ ഈ തബൂക്കാണ് കാരണമായത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും തബൂക്കിൽ നിന്ന് മടങ്ങുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കണം.